എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 7 വിഭക്തിയും കണ്ടു കഴിഞ്ഞു. ഈ 7 വിഭക്തി നമ്മളിപ്പോൾ പ്രധാനമായും കണ്ടത് അകാരാന്ത പുല്ലിംഗ ശബ്ദവും ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദവുമാണ് നമ്മൾ കൂടുതലും കണ്ടത്. എന്നാൽ അങ്ങനെ അല്ലാതെ പല വിധത്തിൽ അവസാനിക്കുന്ന അന്തമുള്ള വാക്കുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിവിധ രൂപങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെക്കുന്നത് ആ ഭാഷ പ്രയോഗിക്കാൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ പല അന്തത്തിലുള്ള വാക്കുകളുടെ 7 വിഭക്തിയിലുള്ള മുഴുവൻ രൂപങ്ങളും ഒന്ന് പരിചയപ്പെടുത്താം. അതിൽ നിങ്ങളുടെ താല്പര്യത്തിനും ആ ഒരു പഠിക്കാനുള്ള നിങ്ങളുടെ ആവേശത്തിനും അതിനനുസരിച്ച് നിങ്ങൾ സ്വയം അത് പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിക്കുക. ഇന്നിപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് പലതവണയായിട്ട് നമ്മൾ ഓരോന്നോരോന്നായി കണ്ടിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് നമ്മൾ അഹം എന്ന ശബ്ദം വാക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാറ്റിനും ഓരോ റൂട്ട് ഉണ്ടാകും. എല്ലാ വാക്കിനും ഒരു റൂട്ടുണ്ട്. അപ്പം നാമപദങ്ങളുടെ റൂട്ട് അഥവാ അതിൻ്റെ ആ ഒരു റൂട്ടിന് പറയുന്നത് പ്രാതിപദികം എന്നാണ്. ഇനി ക്രിയാപദങ്ങളുടെ റൂട്ട് ധാതു എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ അഹം എന്ന ശബ്ദമാണ് നമുക്ക് പരിചയം. എന്നാൽ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് അസ്മത് എന്ന ആ ഒരു റൂട്ടാണ്, പ്രാതിപദികം എന്ന് പറയും. അപ്പോൾ അവിടെ നോക്കൂ, അസ്മത് എന്നാൽ അവിടെ അവസാനിക്കുന്ന ശബ്ദം ദ ആണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് ദകാരാന്തം. ഇനി അഹം എന്നത് ഒരു സർവനാമ ശബ്ദമാണ്. അപ്പോൾ ദകാരാന്ത സർവനാമ അസ്മത് ശബ്ദം. ഇതൊക്കെ അതിൻ്റെ ഒരു വ്യാകരണപരമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഇനി അഹം എന്നതിൻ്റെ അഹം ഈ അസ്മത് ശബ്ദത്തിൻ്റെ പ്രഥമ ഏകവചനമാണ്. ആവാം, ഞങ്ങൾ 2 പേർ പ്രഥമ ദ്വിവചനമാണ്. വയം, ഞങ്ങൾ എന്നത് പ്രഥമ ബഹുവചനമാണ്. ഇനി അതുപോലെ ദ്വിതീയ, മാം എന്നും ചിലപ്പോഴൊക്കെ മാ എന്നും പറഞ്ഞാൽ അത് ദ്വിതീയ വിഭക്തിയാണ്. ഇനി ആവാം, നൗ, അങ്ങനെയും നൗ എന്ന് ചില സമയത്ത് പ്രയോഗിക്കാറുണ്ട്. ഇനി അസ്മാൻ, ഞങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളോട്, ഇതൊക്കെ അതിൻ്റെയും നഹ എന്ന് ചിലപ്പോഴൊക്കെ പ്രയോഗിക്കാറുണ്ട്. തൃതീയ മയാ, ആവാഭ്യാം, അസ്മാഭിഹി. ചതുർത്ഥി മഹ്യം. ഇനി അതിനും മേ എന്ന് അതിൻ്റെ ചില ഷോർട്ട് ഫോമായിട്ട് പറയാറുണ്ട്. ആവാഭ്യാം നൗ എന്നും പറയാറുണ്ട്. അസ്മഭ്യം നഹ എന്നും ഉപയോഗിക്കാറുണ്ട്. പഞ്ചമി മത്, ആവാഭ്യാം അസ്മാത്, അസ്മത്. ഷഷ്ഠി മമ മേ, മേ എന്ന് ഷഷ്ഠിക്കും പറയും, ചതുർത്ഥിക്കും പറയും. അത് സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആവയോഹോ, അവിടെയും നൗ എന്നും ചിലപ്പോൾ പ്രയോഗിച്ച് കാണാം. അസ്മാകം, ഞങ്ങളുടെ, അതിന് നഹ എന്ന് മറ്റൊരു പ്രയോഗവും ഉണ്ട്. സപ്തമി മയി, എന്നിൽ. ആവയോഹോ അസ്മാസു, ഞങ്ങളിൽ. ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ ഇതിലെ ഓരോരോ വാക്കുകൾ വെച്ച് വാക്യങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ മയാ, എന്നാൽ. അപ്പം അത് വെച്ചൊരു ചെറിയൊരു വാക്ക്, മയാ ഏതത് കൃതം, എന്നാൽ ഇത് ചെയ്യപ്പെട്ടു. അപ്പം ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഈ അസ്മത് ശബ്ദത്തിൻ്റെ വിഭക്തികളൊക്കെ തന്നെ മനസ്സിൽ ഉറച്ചു കിട്ടും. അപ്പോൾ ഇങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞത്, ഭാഷ അവനവൻ്റെ ഒരു താല്പര്യത്തിനനുസരിച്ചാണ് നമുക്ക് വഴങ്ങി കിട്ടുക. അപ്പോൾ ഇതൊരു പരിചയപ്പെടുത്തലാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമോ അങ്ങനെ ചെയ്യാം. നന്നായി പഠിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ഇത് വച്ചിട്ട് വാക്യങ്ങൾ ഉണ്ടാക്കി പരിശീലിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ വിഭക്തി കഴിഞ്ഞു. ഇനി അതല്ലാതെ പല പ്രത്യയങ്ങൾ ഉണ്ട്. അതിലൊന്നാണ് തുമുൻ പ്രത്യയം.
അതിൻ്റെ പൊതുവായ ഒരു അർത്ഥം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുവാൻ എന്നാണ്. അപ്പോൾ പഠ് നേരത്തെ പറഞ്ഞു, എല്ലാത്തിനും ഒരു റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പഠതി എന്നതിൻ്റെ റൂട്ടാണ് പഠ്. അതിൻ്റെ കൂടെ തുമുൻ പ്രത്യയം ചേരുമ്പോഴാണ് പഠിത്തും, അതായത് പഠിക്കുവാൻ. ബാല പഠിത്തും വിദ്യാലയം അഗച്ഛത്, പഠിക്കുവാനായി, പഠിക്കുവാൻ വിദ്യാലയത്തിൽ പോയി. നിഗമ് എന്നത് ഗച്ഛതി എന്നതിൻ്റെ റൂട്ടാണ്. അപ്പോൾ ഗമ് പ്ലസ് തുമുൻ ആണ് ഗന്തും, പോകുവാൻ. പിതാ ഗ്രാമം ഗന്തും ഇച്ഛതി, അച്ഛൻ ഗ്രാമത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇനി കൃ കരോതി എന്നതിൻ്റെയൊക്കെ റൂട്ടാണ് കൃ. കൃ പ്ലസ് തുമുൻ കർത്തും, ചെയ്യുവാൻ. സഹ കാര്യം കർത്തും നഗരം ഗച്ഛതി, അവൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നഗരത്തിലേക്ക് പോകുന്നു. പാ പിപതി എന്നതിൻ്റെയൊക്കെ റൂട്ടാണ് പാ. അപ്പോൾ പാ പ്ലസ് തുമുൻ പാതും, കുടിക്കുവാൻ. അഹം ദുഗ്ധം പാതും ഉപഹാരമന്ദിരം, ഹോട്ടൽ. ഹോട്ടൽ എന്ന റെസ്റ്റോറൻറ്റ് എന്നർത്ഥം. അഗച്ഛത, ഞാൻ പാല് കുടിക്കുവാൻ റെസ്റ്റോറൻറ്റിൽ പോയി. ഇനി വാങ്ങിക്കുക എന്ന അർത്ഥം വരുന്ന ക്രീ എന്ന റൂട്ട് ധാതുവിൻ്റെ കൂടെ തുമുൻ പ്രത്യയം ചേരുമ്പോൾ ക്രേതും, വാങ്ങിക്കുവാൻ. ത്വം പുസ്തകം ക്രേതും വിപണിം ഗച്ഛസി, നീ പുസ്തകം വാങ്ങിക്കുവാൻ വിപണി മാർക്കറ്റിൽ പോകുന്നു. അപ്പം ഇതേപോലെ അവസാനം തും എന്ന് വരുന്നതിനൊക്കെ അർത്ഥം വരിക അങ്ങനെ ചെയ്യുവാൻ. അപ്പം തും എന്ന് അവസാനം വരുന്നതൊക്കെ ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ അർത്ഥം ഇങ്ങനെയായിരിക്കും. ഏകദേശം ഒരു അർത്ഥം നമുക്ക് മനസ്സിലാകും. പിന്നെ അതിൻ്റെ ആ ഒരു റൂട്ടിൻ്റെ അർത്ഥവും കൂടെ അറിഞ്ഞാലാണ് പൂർണ്ണമായി മനസ്സിലാവുക. എന്നാലും ഇത്തരത്തിലുള്ള വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. പഠിതും ലിഖിതും ഗന്തും കർത്തും പാതും ക്രേതും, ഇങ്ങനെ ഇതൊക്കെ ചെയ്യുവാൻ എന്ന അർത്ഥം. ഇപ്പോൾ ദീപാവലി ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. അതിനെക്കുറിച്ചൊരു പാഠമാണ്. ഭാരതസ്യ ഉത്സവേഷു അന്യതമഃ ഭവതി ദീപാവലിഃ. ഭാരതസ്യ ഷഷ്ഠി, ഭാരതത്തിൻ്റെ, ഉത്സവേഷു സപ്തമി, ഉത്സവങ്ങളിൽ, അത് ബഹുവചനമാണ്. ഉത്സവങ്ങളിൽ വെച്ച് അന്യതമഃ, അതിലൊന്നാണ് ഭവതി ആകുന്നു ദീപാവലി. ദീപാനാം, ദീപങ്ങളുടെ, അത് ഷഷ്ഠി ബഹുവചനം. ആവലിഹി കൂട്ടം, ദീപാനാം ആവലിഹി ഏവ ദീപാവലിഹി. അയം ഉത്സവഃ, ഈ ഉത്സവം കാർത്തികമാസേ സപ്തമി ഭവതി, കാർത്തിക മാസത്തിൽ ആണ് വരുന്നത്. ദീപാവലിം അധികൃത്യ, അതിനെ, ദ്വിതീയ. അപ്പം ഇത് നമ്മൾ ഇപ്പോൾ പഠിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ എന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായി പറയുന്നത്. പതുക്കെ പതുക്കെ അങ്ങനെ പറയുന്നത് നിർത്തും. ഇനി നിങ്ങൾക്കത് തനിയെ മനസ്സിലാവേണ്ടതാണ്. അപ്പം ദീപാവലിം അധികൃത്യ പ്രസിദ്ധം ഐതിഹ്യം അസ്തി, ഐതിഹ്യമുണ്ട്. അജ്ഞാനരൂപിണം നരകാസുരം, എല്ലാം ദ്വിതീയാണ്. ജ്ഞാനമൂർത്തി ശ്രീകൃഷ്ണ പ്രഥമ ഹന്തി, കൊല്ലുന്നു. തദനുസ്മരണാർത്ഥം, അതിൻ്റെ ഒരു അനുസ്മരണമായിട്ടാണ് ഏവ ജനാഹ അന്ധകാരസ്യ നാശനായ, അന്ധകാരസ്യ എന്നത് ഷഷ്ഠി, അന്ധകാരത്തിൻ്റെ, നാശനായ നാശത്തിനായിക്കൊണ്ട് ചതുർത്ഥി. ദീപാൻ, ദീപങ്ങളെ, അത് ദ്വിതീയ ബഹുവചനം. ജ്വാലയന്തി, ജ്വലിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെ ഓരോ വാക്കുകളും വാക്യങ്ങളും കാണുമ്പോൾ അതിലെ വിഭക്തി കൂടെ മനസ്സിൽ ഓർത്ത് വെച്ച് പഠിച്ചാൽ എളുപ്പം നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാകും. ഇനി
സംഭാഷണം, കക്ഷ്യാ സംഭാഷണം, ക്ലാസ്സിൽ വെച്ചുള്ള സംഭാഷണമാണ്. ഏകഹ കിമർത്ഥം ഏതാവാൻ വിളംബഃ, എന്താ ഇത്ര താമസിച്ചത്? ദേവഃ മാർഗമധ്യേ അപഘാതഃ, ഒരു ആക്സിഡന്റ് റോഡിൽ ഉണ്ടായിരുന്നു, അഭവത് ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റേ കുട്ടി പറയാണ് ചിന്താമാസ്തു, സാരമില്ല, ആചാര്യഃ ഇതോപി ന ആഗതവാൻ, ഇപ്പോഴും എത്തിയിട്ടില്ല, അപ്പം നീ ലേറ്റായി എന്നതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ദേവൻ ചോദിക്കുകയാണ് ആചാര്യഃ ഹ്യഃ കഞ്ചന പാഠം പഠന്തു, ഇന്നലെ നിങ്ങളൊരു പാഠം പഠിച്ചിട്ട് വരൂ. ഇത് ആദിഷ്ടവാൻ കില, എന്തോ ഒരു പാഠം പഠിക്കാൻ പറഞ്ഞിരുന്നില്ലേ? ഭവാൻ തം പഠിതവാൻ വാ, നീ പഠിച്ചു അത്? ആ കുട്ടി ന ഭോ, ഇല്ല ഞാൻ പഠിച്ചില്ല. ദേവഃ അഹം അഭി ന പഠിതവാൻ, ഞാനും പഠിച്ചില്ല. കിം കരോമി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആ കുട്ടി പറഞ്ഞു ചിന്താമാസ്തു, സാരമില്ല, കിമപി കാരണം വദതു, എന്തെങ്കിലും ഒരു കാരണം പറയൂ. അപ്പം ദേവൻ അസ്തു, ശരി, എന്തെങ്കിലുമൊക്കെ പറയാം. ഇന്നത്തെ സുഭാഷിതം: വിദേശേഷു ധനം വിദ്യ, വ്യസനേഷു ധനം മതിഃ, പരലോകേ ധനം ധർമ്മഃ, ശീലം സർവത്ര വൈ ധനം. നമ്മൾ വിദേശങ്ങളിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ അവിടെ നമുക്കൊരു ശക്തി തരുന്നത് നമ്മുടെ അറിവാണ്. അതുകൊണ്ടാണ് അവിടെ ധനം നമുക്കൊരു മുതൽക്കൂട്ടാകുന്നത് നമ്മുടെ അറിവാണ് എന്നർത്ഥം. ഇനി വ്യസനേഷു, എന്തെങ്കിലും കാര്യം നമുക്ക് സങ്കടപ്പെടാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ അവിടെ നമുക്കൊരു ധൈര്യമായിട്ടിരിക്കുന്നത് നമ്മുടെ മതിഹി ബുദ്ധി, ആ ഒരു കാര്യങ്ങൾ വിവേകപൂർവം കാണാനുള്ള കഴിവ്, അതാണ് നമുക്ക് ധനം. എന്നാൽ ആ സമയത്ത് നമ്മെ ഒന്ന് ധൈര്യപ്പെടുത്തുന്നത് അതാണ്. ഇവിടെ ധനം എന്നതുകൊണ്ട് പണം എന്ന് മാത്രമല്ല, നമുക്കൊരു ധൈര്യം, ഒരു മുതൽക്കൂട്ട് എന്നൊക്കെ അർത്ഥം. ഇനി പരലോകേ ധർമ്മഃ ധനം, നമ്മൾ പരലോകത്തെത്തിയാൽ ഇവിടെ ഭൂമിയിൽ നിങ്ങൾ എത്ര സമ്പാദിച്ചു എന്നതൊന്നുമല്ല അവിടെ വിഷയം, നിങ്ങൾ എത്രത്തോളം ധാർമ്മികമായി ജീവിച്ചു എന്നതാണ് അവിടെ നമുക്കൊരു മുതൽക്കൂട്ട്. അവിടെ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കാൻ നമുക്ക് നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ധാർമ്മികമായി ഭൂമിയിൽ ചെയ്ത കാര്യങ്ങളാണ്. അതേസമയം പറയുന്നു, ഇപ്പോൾ ഓരോന്നോരോന്നായിട്ടാണ് പറഞ്ഞത്, ഓരോ സ്ഥലത്ത് ഓരോ സാഹചര്യത്തിൽ. എന്നാൽ ശീലം, നല്ല സ്വഭാവം, നല്ല ഗുണം, സർവത്ര വൈധനം, എല്ലായിടത്തും നമുക്ക് നല്ലൊരു സ്ഥാനത്തെ നേടിത്തരുന്നു നമ്മുടെ നല്ല സ്വഭാവ ഗുണം. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ സ്വഭാവ ഗുണമാണ് എന്ന് പറഞ്ഞു തരാനാണ് ഈ ഒരു സുഭാഷിതം. അപ്പോൾ നമ്മൾ ആ വിഭക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുത്തു. അപ്പോൾ ഇനി അത്രയും സമയം നമുക്ക് ആവശ്യമില്ല. പതുക്കെ ഇതുപോലുള്ള പാഠങ്ങളൊക്കെ പഠിച്ച് നമുക്കിനി ആ പഠിച്ച വിഭക്തിയൊക്കെ ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. പിന്നെ നല്ല പദസമ്പത്ത്, അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ഭാഷയുമായിട്ട് നല്ലൊരു പരിചയം ഉണ്ടാവുക. അപ്പം അങ്ങനെ നമുക്ക് പതുക്കെ അങ്ങനെയുള്ള പാഠങ്ങളൊക്കെ പഠിച്ച് ആ ഒരു പദസമ്പത്തും വിഭക്തിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം. ഇന്നത്തെ ഈ ഒരു സംസ്കൃതം ക്ലാസ് അവസാനിക്കുന്നു. ധന്യവാദഃ. ശ്ലോക 8. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത് തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. പദച്ഛേദഃ. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗ അഭിധം കർമ്മയോഗാഭിധം തത് ദൂരേത്യഫലം യത് ഔപനിഷദ ജ്ഞാന ഉപലഭ്യം
यदौपनिषदज्ञानोपलभ्यं पुनः तद् तु अव्यक्ततया तत्त्वाव्यक्ततया सुदुर्गमतरं चित्तस्य तस्मात् विभो त्वत्प्रेमात्मकभक्तिः एव त्वत्प्रेमात्मकभक्तिरेव सततं स्वादीयसी श्रेयसी. Now Anvaya with meaning. Nishkamam, without selfish desire. Niyata Swadharma Charanam, which consists in the performance of one's duties. Yata, that which. Karma Yoga Abhitham is called Karma Yoga. But this Karma Yoga is Duretya Phalam, that becomes fruitful only in a distant future, because it's very difficult to apply in our daily life. Punaha, the next one is Jnana Yoga. Punaha yet Aupanishada Jnana Upalabhyam. This Jnana Yoga, which consists in attaining knowledge of Brahman as described in the Upanishads. Tattu, that knowledge is indeed Avyaktadaya, being abstract. Chittasya sudurgamataram is very difficult for the mind to pursue it. So, Vibho, O Lord, Tasmat, because of these reasons, Tvat Prematmaga Bhaktihi eva, the Bhakti Yoga, which consists only in love for you, Satatam is always Swadiyasi, the sweetest, and Shreyasi, most beneficial. Mainly there are 3 yogas, that is Karma Yoga, Jnana Yoga and Bhakti Yoga. In this shloka, Melpattu says that the path of Karma Yoga, which consists of performing one's duties without any expectation of fruits, is very difficult. Needs to be practiced for a long time to get results. The path of Jnana Yoga, which consists of knowing the Brahman as explained in the Upanishads, is very difficult for the common man. It's very difficult for the mind to pursue because of its abstract nature. Therefore, O Lord Krishna, Bhakti Yoga, which is of the nature of pure love to you, is the sweetest and the noblest and hence most beneficial. Nishkamam niyata swadharma charanam yat karma yoga bhedham tadduretya phalam yada upanishada jnanopalabhyam punah तत्त्वाव्यक्ततया सुदुर्गमतरं चित्तस्य तस्माद् विभो त्वत्प्रेमात्मकभक्तिरेव सततं स्वादीयसी श्रेयसी.